we are going to see the structures in front of the arm in this video. ഈ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ മസിൽസ് വരും, നെർവ്സ് വരും, ആർട്ടറി വെസൽസ് ഉണ്ടാവും. സോ നമ്മൾ ആദ്യം മസിൽസ് നോക്കും, അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള സ്ട്രക്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഒരു സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാം. ആം നമ്മൾ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ അതിൽ രണ്ട് കമ്പാർട്ട്മെന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു ആന്റീരിയർ അല്ലെങ്കിൽ ഫ്ലെക്സർ കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു പോസ്റ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റൻസർ കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആന്റീരിയർ കമ്പാർട്ട്മെന്റിൽ മെയിൻ ആയിട്ട് 3 മസിൽസ് ആണുള്ളത്: ബൈസെപ്സ് ബ്രേക്കിയേ, കൊറക്കോ ബ്രേക്കിയാലിസ് ആൻഡ് ബ്രേക്കിയാലിസ്. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. അപ്പൊ അത് കാണുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ബോണി ലാൻഡ്മാർക്സ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. യു വിൽ സീ വൺ ബൈ വൺ. അപ്പൊ നമ്മളിവിടെ കാണുമ്പോൾ ദിസ് എൻറ്റയർ തിങ് ഈസ് ദ പ്രോക്സിമൽ എൻഡ് ഓഫ് ദ ഹ്യൂമറസ്. അതിൽ ഈ കാണുന്ന പ്രൊജക്ഷൻ ആണ് ഗ്രേറ്റർ ട്യൂബർക്കിൾ, ഇത് ലെസർ ട്യൂബർക്കിൾ, ദ ഹെഡ് ഓഫ് ഹ്യൂമറസ്, ദ ഗ്ലിനോയിഡ് ക്യാവിറ്റി, അക്രോമിയോൺ പ്രോസസ്, കൊറക്കോയിഡ് പ്രോസസ്. ഈ രണ്ട് ട്യൂബർക്കിളിനും ഇടയിലുള്ള ഏരിയ ആണ് ഇന്റർ ട്യൂബർക്കുലർ സൾക്കസ്. ഈ കാണുന്ന ഏരിയ ആണ് ഡിപ്രഷൻ ആണ് ഇന്റർ ട്യൂബർക്കുലർ സൾക്കസ് അല്ലെങ്കിൽ ബൈസിപിറ്റൽ ഗ്രൂവ് എന്ന് പറയുക. ഇനി ഗ്ലിനോയിഡ് ക്യാവിറ്റി, നമ്മുടെ സ്കാപ്പുലയുടെ ഗ്ലിനോയിഡ് ക്യാവിറ്റിയുടെ മുകളിലുള്ള പാർട്ടാണ്, മുകളിലുള്ള ഒരു ട്യൂബർക്കിൾ ആണ് സുപ്രാ ഗ്ലിനോയിഡ് ട്യൂബർക്കിൾ, താഴെയുള്ള ട്യൂബർക്കിൾ ആണ് ഇൻഫ്രാ ഗ്ലിനോയിഡ് ട്യൂബർക്കിൾ. ഓക്കെ, now we will add the first muscle. ഓക്കെ, നമ്മൾ ആദ്യത്തെ മസിൽ ആഡ് ചെയ്തു. ഇവിടെ ഈ കാണുന്ന മസിലാണ് ബൈസെപ്സ് ബ്രേക്കി. ഈ മസിൽ രണ്ടും ഒറ്റ മസിൽ തന്നെയാണ്, അതിന് 2 ഹെഡ് ഉണ്ടായതുകൊണ്ടാണ് ഇതിനെ ബൈസെപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, we will see the details now. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഈ മസിലിന് 2 അറ്റാച്ച്മെന്റ് ആണ് ഉള്ളത്. ഒന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ, ഐ വിൽ ടേക്ക് ദ ലേബിളിംഗ്, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ കൊറക്കോയിഡ് പ്രോസസ് ഓവർ ഹിയർ. മറ്റേ ഹെഡ് അറ്റാച്ച് ചെയ്യുന്നത് സുപ്രാ ഗ്ലിനോയിഡ് ട്യൂബർക്കിളിലേക്കാണ്, ഗ്ലിനോയിഡ് ക്യാവിറ്റിയുടെ മുകളിലുള്ള സുപ്രാ ഗ്ലിനോയിഡ് ട്യൂബർക്കിൾ. ഇവിടുന്ന് 2 പാർട്ടിൽ നിന്ന് അറേസ് ചെയ്യുന്ന മസിൽ, it will descend down in front of the arm and that will get inserted onto a bony part over here. ആ ബോണി പാർട്ട് എന്ന് പറയുന്നത് ഇത് റേഡിയസ് ആണ്. ഈ കാണുക, റേഡിയസിന്റെ ഹെഡാണിത്, ഇത് അതിന്റെ നെക്ക് റീജിയൻ ആണ്. ഇവിടെ ഒരു ബോണി പ്രൊജക്ഷൻ ഉണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. മസിൽ ടെൻഡനായിട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്യുന്ന ബോണി പ്രൊജക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ആ ബോണി പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ ട്യൂബറോസിറ്റി. റേഡിയൽ ട്യൂബറോസിറ്റിയിലേക്ക് മേജർ പാർട്ട് ഓഫ് ദ മസിലും വന്ന് ഇൻസെർട്ട് ചെയ്യുന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു സൈഡിലേക്ക് തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഷീറ്റ് പോലെയുള്ള സ്ട്രക്ചർ ഈ ഇൻസെർഷന്റെ ഭാഗത്ത് നിന്ന് മീഡിയലി അറേസ് ചെയ്ത് വരുന്നു. അത് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ നോക്കാൻ പറ്റും. കുറച്ച് അതിന്റെ ഇൻസെർഷൻ വരുമ്പോഴേക്ക് വിൽ ട്രൈ ടു ഐഡന്റിഫൈ ഇറ്റ്. ഓക്കെ, നമുക്ക് അപ്പർ പാർട്ടിലേക്ക് പോകാം. So as we have already identified, biceps brachii is having 2 heads. അതിൽ ഒരു ഹെഡിന്റെ പേരാണ് ഷോർട്ട് ഹെഡ്, മറ്റേ ഹെഡിന്റെ പേരാണ് ലോങ് ഹെഡ്. ലോങ് ഹെഡ് arises from supraglenoid tubercle within the capsule of the shoulder joint. It is an intracapsular structure. It is very, very important. ഈ ഹെഡിന് എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് അറേസ് ചെയ്യുന്ന ടെൻഡൻ ഹെഡ് ഓഫ് ഹ്യൂമറസിന് മുകളിലൂടെ പാസ് ചെയ്ത് ആൻഡ് ഇറ്റ് വിൽ എമേർജ് ഫ്രം ദ ജോയിന്റ് ക്യാപ്സ്യൂൾ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ആൻഡ് ദ ടെൻഡൻ വിൽ എൻ്റർ ഇൻ ടു ദ ബൈസിപിറ്റൽ ഗ്രൂവ് അല്ലെങ്കിൽ ഇന്റർ ട്യൂബർക്കുലർ സൾക്കസ്. ഇനി ഷോർട്ട് ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഹെഡ് കൊറക്കോ ബ്രേക്കിയാലിസിന്റെ കൂടെ ടിപ്പ് ഓഫ് കൊറക്കോയിഡ് പ്രോസസ്സിൽ നിന്നാണ് അറേസ് ചെയ്യുന്നത്. കൊറക്കോ ബ്രേക്കിയാലിസിന്റെ അറ്റാച്ച്മെന്റ് നമ്മളിപ്പോൾ കാണും. എനിവേ അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും പറയും,
Anyway, the tip of coracoid process will give rise to the short head of the biceps. ഈ രണ്ട് ഹെഡിനും കൂടെ പിന്നെ എന്ത് സംഭവിക്കും? They will join together towards the middle of the arm. അവിടെ ഒരു കോമൺ ബെല്ലി ഫോം ചെയ്യുന്നുണ്ട്. ആ കോമൺ ബെല്ലിയാണ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി when it reaches towards the insertion, ഓൾറെഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. I will focus on. It reaches towards the insertion. One part of the muscle will be inserted onto the radial tuberosity by its tendon. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടെൻഡനായിട്ട് വന്ന റേഡിയൽ ട്യൂബറോസിറ്റിയിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇവിടെ ഈ ടെൻഡനും ട്യൂബറോസിറ്റിയുടെ ഇടയിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബഴ്സ ഉണ്ടാവും. ഇനി ഇതിന്റെ വേറൊരു സെറ്റ് ഓഫ് ഇൻസെർഷൻ ആണ് നമ്മൾ ആദ്യമേ കണ്ടിരുന്നത്. ഇതിന്റെ പേരാണ് ബൈസിപിറ്റൽ അപ്പോന്യൂറോസിസ്. ബൈസിപിറ്റൽ അപ്പോന്യൂറോസിസ് വഴി ബൈസെപ്സ് ബ്രേക്കിയ മസിൽ ഫോറാമിലുള്ള ഡീപ് ഫേഷ്യയിലേക്കും കൂടെ ഇൻസെർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സാധാരണ നമ്മളൊരു മസിൽ നോക്കുമ്പോൾ ഒരു ബോണിൽ നിന്ന് വേറൊരു ബോണിലേക്കായിരിക്കും ഇൻസെർട്ട് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് ഡീപ് ഫേഷ്യയിലേക്ക് കൂടി ഈ ബൈസിപിറ്റൽ അപ്പോന്യൂറോസിസ് വഴി ബൈസെപ്സ് മസിലിന് ഇൻസെർഷൻ ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഈ ബൈസിപിറ്റൽ അപ്പോന്യൂറോസിന് ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ സർഫസിലായിട്ട് ഇതിന്റെ സൂപ്പർഫിഷ്യലായിട്ടാണ് ഒരു വെയിൻ ഉണ്ടാവുക. ആ വെയിന്റെ പേരാണ്, ഐ വിൽ ടെൽ ദിസ് ഫർദർ. ഓക്കെ, ഇതിന്റെ സർഫസിൽ ഒരു വെയിൻ ഉണ്ടാവും. ആ വെയിൻ എന്ന് പറയുന്നത് ലാറ്ററൽ സൈഡിൽ നിന്ന് മീഡിയൽ സൈഡിലേക്ക് പാസ് ചെയ്യുന്ന ഒരു വെയിൻ ആയിരിക്കും. ആ വെയിന്റെ പേരാണ് മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ. മീഡിയൻ ക്യൂബിറ്റൽ വെയിനിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ ആണ് വീനെ പങ്ക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ, അതായത് എന്തെങ്കിലും ക്യൂബിറ്റൽ റീജിയനിൽ നിന്ന് ഫ്ലൂയിഡ് അല്ല ബ്ലഡ് കളക്ട് ചെയ്യാനോ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ബ്ലഡ് എടുക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കേസിൽ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള വെയിൻ ആയതുകൊണ്ട് തന്നെ ഈ മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ ഈ ബൈസിപിറ്റൽ അപ്പോന്യൂറോസിന് സൂപ്പർഫിഷ്യൽ ആയിട്ടായിരിക്കും കിടക്കുക. ഈ അപ്പോന്യൂറോസിന്റെ ഡീപ്പർ ആസ്പെക്റ്റിലാണ് ബാക്കിയുള്ള മേജർ വെസൽസ് ഉണ്ടാവുക. വെസൽസ് ആൻഡ് നെർവ്സ്, അതായത് ബ്രേക്കിയൽ ആർട്ടറി, മീഡിയൻ നെർവ്, ഇതെല്ലാം ഈ അപ്പോന്യൂറോസിന് ഡീപ്പറായിട്ട് കിടക്കും. അപ്പോൾ ബേസിക്കലി അപ്പോന്യൂറോസിസ് ഈ സൂപ്പർഫിഷ്യലായി കിടക്കുന്ന ക്യൂട്ടേനിയസ് വെയിനിനെയും ഡീപ്പറായി കിടക്കുന്ന വെസൽസ് ആൻഡ് നെർവ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാരണവശാല് വെയിൻ പങ്ക്ചർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ അപ്പോന്യൂറോസിസ് ആണ് ഡീപ്പറായി കിടക്കുന്ന സ്ട്രക്ചേഴ്സിനും ഇഞ്ചുറി ഉണ്ടാകാതെ തടയുന്നത്. ഓക്കെ, ഇതിന്റെ നെർവ് സപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ ഈ മസിലിന്റെ നെർവ് സപ്ലൈ ആണ് മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്. ഇതിന്റെ ആക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ബൈസെപ്സ് ബ്രേക്ക് കൈയുടെ മുമ്പിലുള്ള മസിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയുന്നതിനെ ആദ്യത്തെ ആക്ഷനായിട്ട് ഫ്ലെക്ഷൻ ആയിരിക്കും നമുക്ക് പറയാൻ മനസ്സിൽ വരുന്നത്. പക്ഷെ ഫ്ലെക്ഷനേക്കാൾ ഉപരി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആക്ഷൻ എന്ന് പറയുന്നത് സുപ്പിനേഷൻ ആണ്, ഫോറാമിന്റെ സുപ്പിനേഷൻ ആണ്. അതും എൽബോ ഫ്ലെക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഇതിന്റെ സുപ്പിനേഷൻ ആക്ഷൻ ഏറ്റവും കൂടുതൽ ഫങ്ഷൻ ചെയ്യുക. Now we will move on to see the next important muscle over this area. Coracobrachialis muscle. You can see the coracobrachialis muscle over here. I will just zoom out. This is the coracobrachialis muscle. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. So what is the origin of coracobrachialis? I will fix in this particular view. Okay. Coracobrachialisന്റെ origin നോക്കുമ്പോൾ we can already identify it is also taking its origin from the tip of coracoid process of the scapula. ഇവിടെ തന്നെ ആയിരുന്നു ഷോർട്ട് ഹെഡ് ഓഫ് ബൈസെപ്സ് ബ്രേക്കിയും അറ്റാച്ച് ചെയ്തിരുന്നത്. And the muscle will obliquely pass downwards and insertion will be in the middle of the medial border of shaft of humerus. ഇതാണ് ഷാഫ്റ്റ് ഓഫ് ഹ്യൂമറസ്. അതിന്റെ ഏതാണ്ടൊരു നടുക്കായിട്ടാണ്, മീഡിയൽ ബോർഡറിന്റെ നടുക്കായിട്ടാണ് കൊറക്കോബ്രേക്കിയാലിസിന്റെ ഇൻസർഷൻ.
Nerve supply of coracobrachialis is by the musculocutaneous nerve. ഇത് നമുക്ക് ഹൈഡ് ചെയ്യാം. അടുത്ത ഇമ്പോർട്ടന്റ് മസിൽ ആണ് ബ്രേക്കിയാലിസ് മസിൽ. സോറി ഹിയർ ഇറ്റ് ഈസ്. നമ്മളിവിടെ കാണുന്ന ഈ മസിലാണ് ബ്രേക്കിയാലിസ് മസിൽ. നമുക്ക് അതിന്റെ അറ്റാച്ച്മെന്റിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ബ്രേക്കിയാലിസിന്റെ അറ്റാച്ച്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഏരിയ ആണ് ലോവർ പാർട്ട് ഓഫ് ദ ആന്റീരിയർ സർഫസ് ഓഫ് ഷാഫ്റ്റ് ഓഫ് ദ ഹ്യൂമറസ്. We can clearly identify the area of origin of brachialis. ഇവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്ന ഈ മസില് താഴേക്ക് പാസ് ചെയ്ത് അൾനയിലുള്ള ഈ ഒരു റഫ്നെസ്, ഈ റഫ്നെസ്സിനെ വിളിക്കുന്ന പേരാണ് അൾനാർ ട്യൂബ്രോസിറ്റി. അൾനാർ ട്യൂബ്രോസിറ്റിയിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. കുറച്ച് ഫൈബേഴ്സ് ഈ അൾനയുടെ തന്നെ മുമ്പിലുള്ള ഹൊർണോയിഡ് പ്രോസസ്സിലേക്ക് വരുന്നതും കാണാൻ പറ്റും. ബട്ട് ഇവിടെ അത് കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. മേജർ ഫൈബേഴ്സ് വിൽ ബി ഇൻസർട്ടഡ് ടുവേർഡ്സ് അൾനാർ ട്യൂബ്രോസിറ്റി. അപ്പൊ നമ്മൾ ആ മസിൽ തിരിച്ചു കൊണ്ടുവരുന്നു. ദിസ് ഈസ് ദ മസിൽ. ഓക്കെ, ഇതിന്റെ നെർവ് സപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഡ്യുവൽ ഇന്നർവേഷൻ ഉണ്ട്. 2 നെർവുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മീഡിയൽ ഹാഫ് സപ്ലൈ ചെയ്യുന്നത് മസ്കുലർ ക്യൂട്ടേനിയസ് നെർവും, ഹാഫ് എന്ന് പറയാൻ പറ്റത്തില്ല, മിഡിൽ 2/3 മേജർ പാർട്ടും മസ്കുലർ ക്യൂട്ടേനിയസ് തന്നെയാണ്. ലാറ്ററൽ 1/3 സപ്ലൈ ചെയ്യുന്നത് റേഡിയൽ നെർവുമാണ്. ആക്ച്വലി ബ്രേക്കിയാലിസ് മസിലാണ് എൽബോ ജോയിന്റിന്റെ സ്ട്രോങ് ഫ്ലെക്സർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബൈസെപ്സ് ബ്രേക്കി നമ്മൾ കണ്ടിരുന്നു, കൊറക്കോബ്രേക്കിയാലിസ് കണ്ടിരുന്നു. ഇതെല്ലാം ഫ്ലെക്സർ കമ്പാർട്ട്മെന്റിലാണെങ്കിലും മേജർ ഫ്ലെക്സർ ഓഫ് എൽബോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ബ്രേക്കിയാലിസ് മസിൽ ആയിരിക്കും. ഇത് മൂന്നുമാണ് നമ്മളിവിടെ കാണേണ്ട ആന്റീരിയർ കമ്പാർട്ട്മെന്റ് ഓഫ് ആമിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട 3 മസിൽസ്. ഐ വിൽ ജസ്റ്റ് ആഡ് ദ മസിൽസ് ഓവർ ഹിയർ. നമുക്ക് മൊത്തത്തില് ഉള്ള സൂപ്പർവിഷനിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ഡെൽറ്റോയിഡിന്റെ ഫൈബേഴ്സ് ആണ് ഇതെല്ലാം. ഹൈഡ് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ പെക്ട്രാലിസ് മേജർ മസിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. റൈറ്റ്, നമ്മൾ ഹൈഡ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമ്മളിവിടെ കാണുന്നതാണ് ഷോർട്ട് ഹെഡ് ഓഫ് ബൈസെപ്സ്, ദെൻ ലോങ് ഹെഡ് ഓഫ് ബൈസെപ്സ് ഇവിടെ കാണാം. ഷോർട്ട് ഹെഡിന്റെ കൂടെ തന്നെ അതിന്റെ ഡെപ്തിൽ, അതിന്റെ കുറച്ച് ഡീപ്പർ പ്ലെയിനിൽ നിന്ന് അറേസ് ചെയ്യുന്ന ഈ മസിലാണ് കൊറക്കോബ്രേക്കിയാലിസ് മസിൽ. കൊറക്കോബ്രേക്കിയാലിസ് ഞാൻ പോയിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ദിസ് ഈസ് ദ കൊറക്കോബ്രേക്കിയാലിസ് മസിൽ. ഓക്കെ, അത് കഴിഞ്ഞ് ബൈസെപ്സ് ബ്രേക്കി കണ്ടു. നമ്മൾ അതിനെ ഹൈഡ് ചെയ്ത് നോക്കാം. ബൈസെപ്സ് ബ്രേക്കി ഹൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻ ദ ഡീപ്പർ പ്ലെയിൻ വി ക്യാൻ ഐഡന്റിഫൈ ദ ബ്രേക്കിയാലിസ് മസിൽ ആൻഡ് കൊറക്കോബ്രേക്കിയാലിസ് മസിൽ. അപ്പൊ ആം എടുക്കുമ്പോൾ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള മസിൽ ബൈസെപ്സ് ബ്രേക്കിയാണ്. അതിന് ഡീപ്പറായിട്ടാണ് ഇവിടെ കാണുന്ന ബ്രേക്കിയാലിസ് മസിലും കൊറക്കോബ്രേക്കിയാലിസ് മസിലും ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. Now, we are going to add one particular nerve into this. നമ്മളൊരു ജസ്റ്റ് സ്ട്രക്ചേഴ്സ് ആഡ് ചെയ്യാം. ദെൻ അതിനുശേഷം നെറ്റിൽ നിന്നുള്ള ഡയഗ്രാംസിലൂടെ ആ സ്ട്രക്ചേഴ്സിനെ ട്രേസ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറാണ് മസ്കുലോ, അല്ലെങ്കിൽ ഓക്കെ, ഐ വിൽ ജസ്റ്റ് ആഡ് ദ നെർവ്സ് ആസ് സച്ച്. റൈറ്റ്, ഇവിടെ ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെ പോകാം. Okay, this was the entire view. We will add the nervous structures.
Okay, right. Now we will hide the pectoralis major, deltoid muscle we will hide. Now we can identify the biceps brachiae muscle. Biceps brachiae muscle മാറ്റി കഴിയുമ്പോൾ we will be able to see a particular nerve. അതായത് ബൈസെപ്സിന്റെയും ബ്രേക്കിയാലിസിന്റെ ഇടയിലായിട്ട് അതിന്റെ ഇവിടെ ഒരു നെർവ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് can appreciate the color difference. This is the particular nerve. ഇതാണ് നെർവ്. ഈ നെർവാണ് musculocutaneous nerve. Musculocutaneous nerve. It is a branch of lateral cord of brachial plexus. Brachial plexusന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമുക്ക് brachial plexusന്റെ പാർട്സ് ഒക്കെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമുക്കിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. We will trace only the branch musculocutaneous nerve. Musculocutaneous nerve ആണ് ഫ്രണ്ട് ഓഫ് ദ ആമിന്റെ നെർവ്. അത് ബ്രേക്കിയൽ പ്ലെക്സസിന്റെ ലാറ്ററൽ കോഡിൽ നിന്ന് അറേസ് ചെയ്തതിനു ശേഷം you can see the relation of this nerve to this particular coracobrachialis. It pierces the coracobrachialis. Coracobrachialisന്റെ സബ്സ്റ്റൻസിലൂടെ അത് പുറത്തേക്ക് വരും. പിയേഴ്സ് ചെയ്ത് പുറത്തേക്ക് വന്നു. എന്നിട്ട് അത് വരുന്ന വഴിക്ക് തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് the nerve will pass downward and laterally. നിങ്ങൾ നെർവിനെ ട്രേസ് ചെയ്ത് കാണാൻ പറ്റും. അതിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ്? താഴേക്ക് വരുന്ന ആ നെർവ് ഇപ്പോൾ കിടക്കുന്നത് ബൈസെപ്സിനും ബ്രേക്കിയാലിസിന്റെയും ഇടയിലാണ്. ബൈസെപ്സിനെ മാറ്റിയത് കൊണ്ടാണ് നമുക്ക് ഈ നെർവ് ബ്രേക്കിയാലിസിന്റെ സർഫസിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഈ നെർവിനെ നമ്മൾ താഴേക്ക് ട്രേസ് ചെയ്ത് പോവുകയാണ്. താഴേക്ക് ട്രേസ് ചെയ്ത് വരുമ്പോൾ I will add the biceps muscle back. ബൈസെപ്സ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഇത് ബൈസെപ്സിനെ ഞാൻ തിരിച്ച് മസിലായിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബൈസെപ്സിന്റെ ലാറ്ററൽ ബോർഡറിലൂടെ I will show it here. ബൈസെപ്സിന്റെ ലോവർ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ടല്ലോ, ലാറ്ററൽ ബോർഡറിലൂടെ നമ്മളിപ്പോൾ കണ്ട musculocutaneous നെർവ് എമർജ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ബൈസെപ്സിന്റെ ഡീപ്പർ ആസ്പെക്റ്റിലായിരുന്നു നെർവ് കിടന്നിരുന്നത്. പക്ഷെ ആ നെർവ് ബൈസെപ്സിന്റെ ഇൻസർഷൻ റീജിയനിലേക്ക് വരുമ്പോഴത്തേക്ക് ലാറ്ററൽ പാർട്ടിലൂടെ എമർജ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഇവിടെ കൂടെ എമർജ് ചെയ്ത് വരുന്ന നെർവ് പിന്നീട് അങ്ങോട്ട് സ്കിന്നിന് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. സ്കിന്നിൽ നിന്നുള്ള സെൻസറി ഇന്റർവേഷൻ എടുക്കുകയാണ് ചെയ്യുക. സോ ദാറ്റ് ബിക്കംസ് എ ക്യൂട്ടേനിയസ് നെർവ്. അതായത് ആമില് മസ്കുലോക്യൂട്ടേനിയസ് നെർവ് അവിടെയുള്ള മസിൽസിനൊക്കെ സപ്ലൈ ചെയ്തു. ബൈസെപ്സിന് സപ്ലൈ ചെയ്തു, കൊറക്കോബ്രേക്കിയാലിസിന് സപ്ലൈ ചെയ്തു, ബ്രേക്കിയാലിസിന് സപ്ലൈ ചെയ്തു. പക്ഷെ ഈ എമർജ് ചെയ്തതിനു ശേഷം ബൈസെപ്സിന്റെ ഈ ലാറ്ററൽ ബോർഡിൽ നിന്ന് എമർജ് ചെയ്തതിനു ശേഷം ഈ നെർവ് പിന്നീട് ഫോറാമിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുക. സൂം ഔട്ട് ആൻഡ് ഐ വിൽ ഷോ ദ നെർവ്. കാണുന്നുണ്ടല്ലോ ഇവിടെ കാണുന്ന ഈ കളേർഡ് നെർവ്. ഇവിടെ ഒന്നുകൂടെ കളർ ചെയ്ത് കാണിക്കാം. ദിസ് കളേർഡ് നെർവ് ഇസ് ദ musculocutaneous nerve, കണ്ടിന്യൂഷൻ ഓഫ് ദ musculocutaneous nerve. ഇതിനെ നമ്മൾ ഫോറാമിൽ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ദ ഫോറാം. ലാറ്ററൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ദ ഫോറാം. ഇപ്പം മസിലിനും സപ്ലൈ ചെയ്യുന്നുണ്ട്, സ്കിന്നിനും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ musculocutaneous നെർവ് എന്ന് വിളിക്കുന്നത്. ഇനി വരുന്ന വഴിക്ക് അത് എൽബോ ജോയിന്റിന് ആർട്ടിക്കുലർ ബ്രാഞ്ചും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് വാസ് റിഗാർഡിംഗ് ദ ഇമ്പോർട്ടന്റ് നെർവ് ഓഫ് ദിസ് ഏരിയ. ഇമ്പോർട്ടന്റ് നെർവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മസിൽസിന് സപ്ലൈ ചെയ്യുന്ന നെർവ്. ഇത് മാത്രമല്ല ഇവിടെയുള്ള നെർവുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ചുറ്റുവട്ടത്തെല്ലാം വേറെ ഓരോരോ നെർവുകളെല്ലാം ഉണ്ട്. നമ്മൾ അതിനെപ്പറ്റി എല്ലാം കാണും. ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വാസ്കുലർ കമ്പോണന്റ് ഓഫ് ദിസ് കമ്പാർട്ട്മെന്റ് ഈസ് ബ്രേക്കിയൽ ആർട്ടറി. ഇപ്പൊ ബ്രേക്കിയൽ ആർട്ടറി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം, വെസൽസിൽ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ വെസൽസ് ആഡ് ചെയ്തു. അപ്പൊ ഇതും ബ്രേക്കിയൽ ആർട്ടറിയും കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബൈസെപ്സിന്റെ ഡെപ്തിലാണ്. അപ്പോൾ ബൈസെപ്സിനെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ബൈസെപ്സിനെ മാറ്റാതെ തന്നെ കുറച്ചൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഐ വിൽ ലേബിൾ ഇറ്റ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ബ്രേക്കിയൽ ആർട്ടറി. പക്ഷെ ബൈസെപ്സ് മാറ്റി നോക്കാം. ബൈസെപ്സ് മാറ്റി നോക്കുമ്പോൾ വിൽ ബി ഏബിൾ ടു സീ ഇറ്റ് മോർ ക്ലിയർലി. പക്ഷെ നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ബൈസെപ്സിന്റെ മീഡിയൽ ആസ്പെക്റ്റിലൂടെ തന്നെ ആർട്ടറിയെ കാണാൻ പറ്റുന്നത് കൊണ്ട് ആക്ച്വലി നമുക്ക് ബ്രേക്കിയൽ പൾസ്
ഏതാണ്ട് ഈ മിഡിൽ ഓഫ് ആമിൽ വെച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് മസിലിന്റെ ഇടയിലാണെങ്കിലും അതിനൊരു ചെറിയൊരു സൂപ്പർഫിഷ്യൽ എലമെന്റ് ഉണ്ട്, സൂപ്പർഫിഷ്യൽ കമ്പോണന്റ് വരുന്നത് കൊണ്ട് പൾസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ബൈസെപ്സിനെ ഹൈഡ് ചെയ്തതിനു ശേഷം വിൽ ട്രൈ ടു ട്രേസ് ദ ബ്രേക്കിയൽ ആർട്ടറി ഫർദർ. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. ബൈസെപ്സിനെ നമ്മൾ ഹൈഡ് ചെയ്തു. Now we can identify the brachial artery. നമ്മളിവിടെ ഈ കളർ ചെയ്തിരിക്കുന്ന ആർട്ടറിയാണ്, ഈ കളറായിട്ട് വരുന്ന ആർട്ടറിയാണ് ബ്രേക്കിയൽ ആർട്ടറി. ബ്രേക്കിയൽ ആർട്ടറിയുടെ കോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ആക്സിലറി ആർട്ടറി. നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡെപ്തില് നമ്മൾ കാണുന്ന ഈ കളർ മാറുന്ന ശ്രദ്ധിച്ചാൽ മതി. ഈ കാണുന്ന മസിലാണ് ടീറസ് മേജർ മസിൽ. ടീറസ് മേജർ മസിലിന്റെ ലോവർ ബോർഡറിന് ശേഷം എനിക്ക് തോന്നുന്നു ബെറ്റർ വ്യൂവിന് വേണ്ടി കൊറക്കോബ്രേക്കിയാലിസം മാറ്റുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഐ വിൽ റിമൂവ് ഇറ്റ്. വിൽ റിമൂവ് ദ പെട്രാലിസ് മേജർ ഓൾസോ. ഓക്കെ, റൈറ്റ്, ദിസ് ഇസ് ബെറ്റർ. അപ്പോ ടീറസ് മേജർ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ മസിൽ, ദിസ് മസിൽ ടീറസ് മേജർ. ടീറസ് മേജറിന്റെ ലോവർ ബോർഡർ ആണ് ഇവിടെ. ആ ലോവർ ബോർഡറിന് ശേഷമുള്ള ആക്സിലറി ആർട്ടറിയുടെ കണ്ടിന്യൂഷനെ വിളിക്കുന്ന പേരാണ് ബ്രേക്കിയൽ ആർട്ടറി. ഈ ബ്രേക്കിയൽ ആർട്ടറി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം അത് that will run downwards and laterally in the anterior compartment of arm. എന്നിട്ട് അതിങ്ങ് താഴേക്ക് വരും. താഴേക്ക് വന്ന it will enter into the region of, ഞാൻ ഇവിടെ കാണാൻ പറ്റും ഈ റീജിയൻ ആണ് ക്യൂബിറ്റൽ ഫോസ. ക്യൂബിറ്റൽ ഫോസ നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് കാണും. ക്യൂബിറ്റൽ ഫോസയിലേക്ക് വന്നിട്ട് ഇറ്റ് വിൽ ഡിവൈഡ് ഇൻറ്റു, ഞാൻ ഇവിടെ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്യാം. ഇൻഡെപ്ത് പോകുന്നില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോറി, വി കൻ ഐഡന്റിഫൈ ദ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ബ്രേക്കിയൽ ആർട്ടറി. അതിലൊരു ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ടാവും, ഒരു മീഡിയൽ ബ്രാഞ്ച് ഉണ്ടാവും. ആ ലാറ്ററൽ ബ്രാഞ്ച് ആണ് റേഡിയൽ ആർട്ടറി. മീഡിയൽ ബ്രാഞ്ച് ഈ ബ്രാഞ്ച് ആണ് അൾനാർ ആർട്ടറി. ദിസ് ഈസ് ദ റേഡിയൽ ആർട്ടറി, ദിസ് ഈസ് ദ അൾനാർ ആർട്ടറി. അപ്പോൾ ക്യൂബിറ്റൽ ഫോസയിൽ വന്നിട്ട് നെക്ക് ഓഫ് റേഡിയസിന്റെ ലെവലിൽ വെച്ചിട്ടാണ് ഈ ഡിവിഷൻ നടക്കുക. സോ ദാറ്റ് ഈസ് ഹൗ ദ ബ്രേക്കിയൽ ആർട്ടറി ടെർമിനേറ്റ്. നമ്മൾ ഇതിന്റെ റിലേഷൻസ് ഒക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതില് മസ്കുലാർ റിലേഷൻസ് ആണ് നമ്മൾ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തത്. Now we have to see the other relations. What are the nervous relations of this particular brachial artery? അതുകൂടെ നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇവിടെ we can identify the muscular cutaneous nerve. നമ്മൾ ഓൾറെഡി കണ്ട muscular cutaneous nerve ഇവിടെ കാണുന്നുണ്ട്. We can identify another important nerve. ഇവിടെ ഇപ്പോൾ കളറായിട്ട് കാണുന്ന, ഡിഫറെന്റ്ലി കളേർഡ് ആയിട്ട് കാണുന്ന ഈ നെർവ്, ഇതാണ് മീഡിയൻ നെർവ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. ദിസ് ഈസ് റഫ്ലി അറ്റ് ദ ലെവൽ ഓഫ് ഇൻസെർഷൻ ഓഫ് കൊറക്കോബ്രേക്കിയാലിസ്. ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ വെച്ചിട്ട് മീഡിയൻ നെർവ് ബ്രേക്കിയൽ ആർട്ടറിയെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇറ്റ് ക്രോസസ് ദ ബ്രേക്കിയൽ ആർട്ടറി സൂപ്പർഫിഷ്യലി ഫ്രം ലാറ്ററൽ ടു മീഡിയൽ സൈഡ്. ലാറ്ററലിൽ നിന്ന് മീഡിയൽ സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇറ്റ് ക്രോസസ് സൂപ്പർഫിഷ്യലി. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. അതായത് തുടക്കത്തില് മീഡിയൻ നെർവ് എന്ന് പറയുന്നത് ബ്രേക്കിയൽ ആർട്ടറിയുടെ ലാറ്ററൽ ആസ്പെക്റ്റിലായിരുന്നു. പിന്നീട് ടെർമിനേഷന്റെ റീജിയനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ബ്രേക്കിയൽ ആർട്ടറിയുടെ മീഡിയൽ ആസ്പെക്റ്റിലാണ് മീഡിയൻ നെർവിനെ കാണുക. അത് കാണാനുള്ള കാരണം ആമിന്റെ നടുക്ക് വെച്ച് ഉള്ള ഈ ഒരു ക്രോസ് ഓവർ ആണ്. Can identify the crossover clearly here. ഇവിടെയാണ് മീഡിയൻ നെർവ് ബ്രേക്കിയൽ ആർട്ടറിയെ ക്രോസ് ചെയ്ത് പോവുക. ഓക്കെ, റൈറ്റ്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഇനി ഇത് കൂടാതെ തന്നെ ഈ ഭാഗത്തുള്ള ബാക്കി നെർവുകൾ, ഇവിടെ കാണുന്ന മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ഫോറാം ആകട്ടെ, തൊട്ട് പുറകിൽ കാണുന്ന സോറി ദാറ്റ്സ് നോട്ട് ദ നെർവ്. ഇവിടെ കാണുന്ന അൾനാർ നെർവ് ആകട്ടെ, ഇതെല്ലാം ആർട്ടറിയുടെ ക്ലോസ് റിലേഷൻസ് തന്നെയാണ്. ഇത് കൂടാതെ ബെസിലിക് വെയിനും ആർട്ടറിയോട് ചേർന്ന് പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
Now we will be focusing on the mainly on the blood branches of this particular artery. അതിനുവേണ്ടി നമുക്ക് മസിൽസ് എല്ലാം റിമൂവ് ചെയ്യാം. We'll remove the nervous components also from this. We'll focus only on the branches. Okay. Brachial artery യുടെ ഏതാണ്ട് ഈ ഒരു ലെവലിന് ശേഷമാണ് ആക്സിലറി ആർട്ടറി കണ്ടിന്യൂസ് ആസ് ബ്രേക്കിയൽ ആർട്ടറി. നമുക്ക് ആക്സിലറി ആർട്ടറിയുടെ തേർഡ് പാർട്ടിൽ നിന്നുള്ള ബ്രാഞ്ചസ് ഒക്കെ ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആന്റീരിയർ സർക്കംഫ്ലെക്സ് ഹ്യൂമറൽ ആർട്ടറി, പോസ്റ്റീരിയർ സർക്കംഫ്ലെക്സ് ഹ്യൂമറൽ ആർട്ടറി, സബ്സ്കാപ്പുലർ ആർട്ടറി, ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏതാണ്ട് ഈ ഒരു ലെവലിന് ശേഷം നമ്മൾ ഈ ആർട്ടറി വിളിക്കുന്ന പേരാണ് ബ്രേക്കിയൽ ആർട്ടറി. ഓക്കെ, ബ്രേക്കിയൽ ആർട്ടറിയുടെ മേജർ ബ്രാഞ്ചസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഇസ് ദ നെർവ് ഓഫ് ദ ആർട്ടറി ഓഫ് ദ ആന്റീരിയർ കമ്പാർട്ട്മെന്റ് ഓഫ് ഫോറാം. സോ ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള മസിൽസിനെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. ദർ വിൽ ബി മസ്കുലർ ബ്രാഞ്ചസ്. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടറി ആണ്, നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ യു ക്യാൻ ഐഡന്റിഫൈ ദിസ് പർട്ടിക്കുലർ ബ്രാഞ്ച്. കുറച്ച് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ ഒരു ബ്രാഞ്ചിനെ പറ്റിയാണ്. റൈറ്റ്, ഐ വിൽ ടേൺ ദ മോഡൽ so that we can have a better view from the front. Okay, this is it. ഇതാണ് ആർട്ടറി. ആർട്ടറിയുടെ പേരാണ് പ്രൊഫണ്ട ബ്രേക്കിയ ആർട്ടറി. നമ്മൾ പ്രൊഫണ്ട ബ്രേക്കിയ ആർട്ടറി സ്കാപ്പുലർ സ്പേസസ് ഒക്കെ പഠിക്കുമ്പോൾ ലോവർ ട്രയാങ്കുലർ സ്പേസിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇത് കൂടാതെ ഹ്യൂമറസിനുള്ള ഒരു ന്യൂട്രിയന്റ് ആർട്ടറി ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നീട് if you trace further, you can identify two gives of another important branches. Okay, this is it. This branch. ഇവിടെ കാണുന്ന, this is the better way I think. ഇവിടെ കാണുന്ന ഈ ബ്രാഞ്ച് ആണ് സുപ്പീരിയർ അൾനാർ കൊളാട്രൽ ആർട്ടറി. ഇത് ഏതാണ്ട് മിഡിൽ ഓഫ് ദ ആമിൽ വെച്ചിട്ടാണ് ബ്രേക്കിയൽ ആർട്ടറിയിൽ നിന്ന് റേസ് ചെയ്യുക. ഇതുപോലെ തന്നെ there is another artery which is known as inferior ulnar, this artery. This artery is also a branch of brachial artery only. ഇതാണ് inferior ulnar collateral artery. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള മസ്കുലർ ബ്രാഞ്ച് കണ്ടു, പ്രൊഫണ്ട ബ്രേക്കിയ ആർട്ടറി കണ്ടു, ന്യൂട്രിയന്റ് ആർട്ടറി ടു ഹ്യൂമറസ് കണ്ടു, സുപ്പീരിയർ അൾനാർ കൊളാട്രൽ ആർട്ടറി കണ്ടു. Then we have identified the inferior ulnar collateral artery also. ഇത്രയാണ് ബ്രേക്കിയൽ ആർട്ടറി പറ്റി മെയിൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള പോയിന്റുകൾ. ഇതില് ബ്രേക്കിയൽ പൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് യൂഷ്വലി ക്യൂട്ടൽ ഫോസിൽ വെച്ച് ഫീൽ ചെയ്യാറുണ്ട്. ഇറ്റ് വിൽ ബി ഓസ്കൾട്ടേറ്റഡ് ഫോർ മെഷറിംഗ് ദ ബ്ലഡ് പ്രഷർ. പിന്നെ ഇവിടെ അറിയാനുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഫീച്ചറാണ് വോക്ക്മാൻസ് ഇസ്കീമിക് കോൺട്രാക്ചർ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമറസിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്ന പേരാണ് സുപ്രാ കോണ്ടൈലാർ ഏരിയ. ഈ ഒരു ഭാഗത്ത് ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ദ ഫ്രാക്ചേർഡ് സെഗ്മെന്റ് ക്യാൻ ഇൻജുർ ദ ബ്രേക്കിയൽ ആർട്ടറി അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ്. ബ്രേക്കിയൽ ആർട്ടറി ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ അപ്പർ ലിംബിലേക്കുള്ള സകലമാന സ്ട്രക്ചേഴ്സും അഫക്റ്റഡ് ആവും. മസിൽസ് തുടങ്ങിയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും അഫക്റ്റഡ് ആവും. ദാറ്റ് വിൽ ലീഡ്സ് ടു പെർമനന്റ് കോൺട്രാക്ചർ ഓഫ് ദ സ്ട്രക്ചേഴ്സ് ഇൻ ദ അപ്പർ ലിംബ് ഡിസ്റ്റൽ ടു ദിസ് പർട്ടിക്കുലർ പോയിന്റ്. അത് ഒരു ക്ലോ ഹാൻഡിനെ പോലെ തോന്നിക്കുന്ന ഒരു ഫ്ലെക്ഷൻ ഡീഫോമിറ്റി ഉണ്ടാക്കും. ഈ കണ്ടീഷന് പറയുന്ന പേരാണ് വോക്ക്മാൻസ് ഇസ്കീമിക് കോൺട്രാക്ചർ. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് ആന്റീരിയർ കമ്പാർട്ട്മെന്റിലുള്ള മസിൽസും നെർവ്സും വെസൽസും. ഇത് ഞാൻ പറഞ്ഞു, നെർവുകൾ എന്ന് പറയുന്നത് മസ്കുലർ ക്യൂട്ടേഴ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ എന്നുള്ളതല്ല. മീഡിയൻ നെർവും അൾനാർ നെർവും റേഡിയൽ നെർവും അതേപോലെ മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ഫോറാം, മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ആം, ഇതെല്ലാം ഈ ഭാഗത്ത് കാണുന്ന നെർവുകൾ തന്നെയാണ്. പക്ഷെ അതിന്റെ ഇവിടെ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുള്ളതേ ഉള്ളൂ. ദറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു സപ്ലൈ എനിത്തിങ്. ഇവിടെ സപ്ലൈ ചെയ്യുന്ന നെർവാണ് മസ്കുലർ ക്യൂട്ടേനിയസ് നെർവ്. അതുകൊണ്ടാണത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. പിന്നീട് ബ്രേക്കിയൽ ആർട്ടറി കണ്ടു, ബ്രേക്കിയൽ ആർട്ടറിയുടെ ബ്രാഞ്ചസ് കണ്ടു, അതിന്റെ ഇമ്പോർട്ടന്റ് റിലേഷൻസ് നമ്മൾ കണ്ടു.
ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.